എൻ്റെ അമ്മേ, ഇവളുമാരെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയിട്ടേ ഒന്നും ഇതുവരെ നടന്നില്ല. ഇനിയിപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒന്നും നടക്കില്ലമ്മേ. ഇനി ഇവളുമാരുടെ അടുത്തൊന്നും ഒരു യുദ്ധത്തിന് പോവാണ്ട് എങ്ങനെയെങ്കിലും ഒരു മയത്തിന് കഴിയാനേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവളുമാർക്കൊക്കെ എതിരെ കളിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഒരുത്തനെ ഏർപ്പാടാക്കിയില്ലേ, ദേ അവനാണെങ്കിൽ ഇപ്പം എൻ്റെ തലയ്ക്ക് മീതെ വാളായിട്ട് നിൽക്കുക. അതുകൊണ്ടേ ഇനി ഇതിന് ഈ ഒരു പ്രശ്നത്തിനൊന്നും നിൽക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങി പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയുകയാണ് നമ്മുടെ അഭിക്ക് ഏകദേശം ഭൂതോദയമൊക്കെ ഉണ്ടായി എന്ന് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നാനുണ്ടായ സാഹചര്യവും കാരണകാര്യങ്ങളും ഒക്കെ സഹിതം പറയണ്ടേ? അപ്പോൾ പറയാം. നമുക്കതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. 22-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്കാണ് പോകുന്നത്. അതിനുശേഷം 23-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വലിച്ചിഴയ്ക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് വരാം. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അനിയും അനാമികയും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവർ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അനാമിക അനിയോട് പറയുകയാണ്, അനി, നിനക്ക് പക്വതയില്ല. പക്ഷേ നീ അതോർത്തൊന്നും അതിന് മുമ്പായിട്ട് അനി തന്നെ അങ്ങോട്ട് പറയണേ, ശരിക്കും പറയുകയാണെങ്കിൽ അനാമിക, എനിക്ക് ഒരു വിവാഹം കഴിക്കാനുള്ള പക്വതയൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ അനാമിക പറയണ, എടാ, അത് ചിലർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ചില ആൺകുട്ടികൾക്ക് പക്വതക്കുറവ് ഉണ്ടായിരിക്കും. അതൊക്കെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴേ സാധാരണ അതങ്ങ് റെഡി ആയിക്കോളും. അതൊന്നും ഓർത്ത് ഇപ്പോഴേ നീ അതൊന്നും ഓർത്ത് ബോധേടാവണ്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അനാമിക. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദുവും ഫ്രണ്ട്സും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നന്ദു അല്ല ആദ്യം കാണുന്നത്, നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സാണ് കാണുന്നത് ഇവരെ. അപ്പോൾ തന്നെ നമ്മുടെ നന്ദുവിനോട് പറയണേ, എടി നന്ദു, നോക്ക്, അവിടെ ഇരിക്കുന്ന ആരാണെന്ന് നോക്ക്, ദേ അനാമിക അനി അവിടെ ഇരിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് ഹായ് അനി എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി നോക്കുമ്പോൾ അനാമികയെ കാണുമ്പോഴത്തേക്ക് തന്നെ അനിക്ക് എന്തോ പോലെ. അങ്ങനെ നമ്മുടെ അനാമികയുടെ അടുത്തേക്ക് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നന്ദുവിനോട് പറയണം, നന്ദു നമ്മുടെ അനാമികയോട് പറയുകയാണ്, അനാമികെ, നിനക്ക് എന്നെക്കുറിച്ച് എന്നെയും അനിയേയും കൂടി ചേർത്തിട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ദേ ഈ അനിയുണ്ടല്ലോ, എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്. ദേ ഇവന്മാരില്ലേ, ഇവന്മാർക്കൊപ്പമാണ് എനിക്ക് അനിയുടെ സ്ഥാനം. അല്ലാതെ നീ വിചാരിക്കുന്ന കണക്കുള്ള തെറ്റിദ്ധാരണകളൊന്നുമില്ല. ഇനി നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റായ ധാരണയുണ്ടെങ്കിൽ അതൊക്കെ നീ എടുത്തങ്ങ് മാറ്റിക്കളയണം. എനിക്ക് അനി എപ്പോഴും നല്ലൊരു ഫ്രണ്ട് മാത്രമായിരിക്കും. അത് ഇപ്പോഴും മാത്രമല്ല, നിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും ഇവൻ എനിക്ക് നല്ല ഫ്രണ്ട് തന്നെയാണ്. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്നിങ്ങനെ അനാമികയുടെ കൂടെ പറയുകയാണ് നന്ദു. അതിനുശേഷം നന്ദു പറയണം, എന്തായാലും നിങ്ങളിവിടെ ഇരിക്കെ, ഞങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയിരിക്കാം എന്ന് പറയുകയാണ്. എന്നിട്ട് നന്ദു അനാമികയോട് പറയണം, അതേ, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, നിങ്ങളിവിടെ വന്നു എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന റെസ്റ്റോറൻ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളവിടെ മാറിയിരിക്കാം, നിങ്ങളിവിടെ ഇരുന്ന് കുടിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നന്ദുവും ഫ്രണ്ടും മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറിയിരുന്നിട്ട് തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഫ്രണ്ട്സിനോട് പറയുകയാണ്, എടാ, നിങ്ങളെന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതൊക്കെ ശരി തന്നെ, എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസ ഇല്ല. നിൻ്റെയൊക്കെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാവൂ. ഒടുവിലുണ്ടല്ലോ, ഇവിടുത്തെ പാത്രം കഴുകാനൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നന്ദു. അപ്പം നന്ദുവിൻ്റെ ഫ്രണ്ട് പറയുകയാണ്, എടി, നീ അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങിച്ച് തട്ടിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അതേസമയം നമ്മുടെ അനി ഇങ്ങനെ നമ്മുടെ നന്ദുവിനെ നോക്കുകയാണ്. എന്താ പറയുന്നത്, ഒരു നിരാശ കാമുകനെ പോലെ നോക്കുകയാണ്. അതേസമയം നന്ദു അനിയെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനാമിക അനിയോട് പറയണേ, നിന്നെയും കൊണ്ടുവന്ന് ഇത്തിരി മനസ്സമാധാനമായിട്ട് ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും എല്ലാം തൊലച്ചു, ദേ വന്നിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അനി പറയണേ, നീ എന്തിനാ അനാമിക ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ കേട്ടില്ലേ നന്ദു പറഞ്ഞത്? അവർ മനഃപൂർവ്വം വന്നതല്ല, അവർ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമായിട്ട് അവർ വന്നതാണ്. അബദ്ധത്തിലാണ് നമ്മളെ കണ്ടത്. അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യമില്ലാത്ത സംശയങ്ങൾ നീ ഇങ്ങോട്ടേക്ക് വലിച്ചിഴക്കില്ലേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അനാമികയോട് നമ്മുടെ അനി പറയുകയാണ്. അങ്ങനെ അപ്പോൾ അനാമിക പറയണം, മതി, എന്തായാലും ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മൂഡ് പോയി, നമുക്കിനി ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമികയും കൂടി എഴുന്നേറ്റ് പോകാൻ നേരത്ത് അനാമിക പറയുകയാണ്, നന്ദു പോണ് എന്ന് പറഞ്ഞിട്ട് അനി പോവുകയാണ്, അനാമികയും കൂടി പോവുകയാണ്. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ നന്ദു ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ്, എടി, നിനക്ക് നല്ല വിഷമമായെന്ന് നമുക്കറിയാം. അനിയെ കണ്ടപ്പോൾ തന്നെയുള്ള നിൻ്റെ മുഖഭാവം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദേ നിന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ഇന്ന് എന്നോട് സംസാരിക്കരുതെന്ന്. ദേ ഈ വർത്താനം ഇവിടെ നിർത്തിക്കൊള്ളണം കേട്ടോ എന്നിങ്ങനെ പറയുക.
പറയണം നമ്മുടെ നന്ദു. അപ്പോഴത്തേക്ക് ഉടനെ പറയണം. അപ്പോൾ ഉടനെ ഫ്രണ്ട്സ് പറയുകയാണ്, ആ നീ നിർത്തിക്കോളാൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ നിർത്തിക്കോളാം. പക്ഷേ എൻ്റെ പൊന്നു മോളെ, നിന്നെ ഇന്ന് ആദ്യമായിട്ടൊന്നും കാണുന്നതല്ലല്ലോ, അതുകൊണ്ടേ നിൻ്റെ മുഖത്തുള്ള ഓരോ ഭാവങ്ങളും ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എന്നിങ്ങനെ ഫ്രണ്ട്സ് പറയുകയാണ് നമ്മുടെ നന്ദുവിനോട്. അതേസമയം ഉണ്ടല്ലോ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജലജയാണ്. ജലജ മുറിയിൽ കയറിയിട്ട്, ജലജയുടെ മുറിയിലാണ്. ജലജ ഓർക്കുകയാണ്, മുറിയിൽ ഇരുന്നുകൊണ്ട് ഓർക്കുകയാണ്, ഛേ ഈ കനക എന്തിനാ ഈ മുറിയിലേക്ക് ഇട്ടിരിക്കുന്നത്? ഈ വീട്ടിൽ എത്രയോ മുറിയുണ്ട്, എന്നാലും എൻ്റെ കൂടെ തന്നെ എന്തിനാ ഇവളെ കിടത്തുന്നത്? ഇവളുടെ മോള് വന്ന സമയത്ത് സ്റ്റോർ റൂമിലും കിച്ചണിലും ഒക്കെ ആയിട്ടായിരുന്നു കിടന്നത്. ഇതേ ഈ വീട്ടിൽ ഇത്രയും മുറിയുള്ള ഇത്രയും വലിയൊരു വീടാണ്, എന്നാലും എൻ്റെ മുറിയിൽ തന്നെയാണ് ഇവൾ കിടക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്തിയേ പറ്റൂ. എന്തായാലും എനിക്കിനി ഇങ്ങനെ ഇവളെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് നമ്മുടെ ജലജ. തന്നെ പറയുകയാണ്, ഇന്ന് ഇവൾ എൻ്റെ മുറിയിൽ കയറുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. ഇന്ന് ഇവള് മിക്കവാറും സ്റ്റോർ റൂമിൽ തന്നെ കിടക്കും. അതിനുള്ള അവസരം ഞാൻ എന്തായാലും ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ജലജ പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ചാവിയും കയ്യിലങ്ങ് വെക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ജലജ അങ്ങ് മാറിപ്പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ മുറി കയറാനായിട്ട് കതകിൽ പിടിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കതക് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കനക വിചാരിക്കുന്നത് ജലജ അകത്തുണ്ടെന്നാണ്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ കനക വിളിക്കുകയാണ്, ജലജേ ജലജേ, ഇവിടുത്തെ എന്താ ഇവള് ചെവിയും കേട്ടൂടെ? എടി ജലജേ. അപ്പോൾ ഉടനെ കനക പിന്നീട് കതവിൽ ഇങ്ങനെ തട്ടി വിളിക്കാൻ തുടങ്ങിയിട്ട് കേൾക്കാത്തതുകൊണ്ട് കനക ഇങ്ങനെ കതവിൽ പിടിച്ച് ഡോറിൻ്റെ ലോക്കി പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴത്തേക്ക് കനകയ്ക്ക് മനസ്സിലാവുകയാണ് മുറി പുറത്തുനിന്നാണ് പൂട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ കനക വിചാരിക്കണം, കഥക് ഇവള് മനഃപൂർവ്വം പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ട് പോയതാ, ഞാൻ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാ. ഈ കനകദുർഗയോടാ ഇവളെ കളി. എനിക്കറിയാം എന്ത് വേണമെന്ന്, എങ്ങനെ ഇതിനകത്ത് പ്രവേശിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക എന്ത് ചെയ്യുന്നു, തലയിലിരിക്കുന്ന ഒരു പിന്നിളക്കി എടുക്കുകയാണ്. അതായത് ഒരു സ്ലൈഡ് ഊരിയെടുക്കുകയാണ് തലയിൽ നിന്നും, മുടിയിൽ നിന്നും. എന്നിട്ട് ആ സ്ലൈഡ് ഒരു ശകലം ഇങ്ങനെ അകത്തി വെച്ചിട്ട് അത് ഉള്ളിലോട്ട് കയറ്റിയിട്ട് ലോക്ക് എടുക്കുകയാണ്. സ്ലൈഡ് വെച്ചിട്ട് പുള്ളിക്കാരത്തിൽ ലോക്ക് എടുക്കുകയാണ്. അങ്ങനെ ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറന്നിട്ട് നമ്മുടെ കനക അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് കനക പറയണം, ഹോ പിന്നെ ഇവളാരാ മോള്, എന്നെ വെളിയിലിട്ട് കടയ്ക്കാന്നല്ലേ ഇവള് വിചാരിച്ചു വെച്ചിരുന്നത്. ഇവളിനി കുറച്ച് നേരം അവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, അവൾ വരട്ടെ. അവൾ വരുമ്പോഴുണ്ടല്ലോ അവൾ എന്നെ കണ്ടിട്ട് ശരിക്കും ഒന്ന് ഞെട്ടണം എന്ന് പറയുകയാണ് നമ്മുടെ കനക. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജയാണെങ്കിൽ ഇങ്ങനെ നടക്കുകയാണ്, പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്, ഹോളിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അഫി വരികയാണ്. അഫി ചോദിക്കുകയാണ്, എന്താ അമ്മ എന്താ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്? എടാ മോനെ, ഈ വീട്ടിൽ ഇത്രയും മുറികളുണ്ട്, സ്റ്റോർ റൂമുണ്ട്, അടുക്കളയുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവിടെ കിടക്കാനുള്ള യോഗ്യത പോലും ഇവക്കും ഇവളെ പെൺമക്കൾക്കും ഇല്ല. എന്നിട്ട് തന്നെ ഇവളിത് എന്തോ പക പോക്കാനെന്നുള്ള രീതിയിൽ എൻ്റെ മുറിയിലാണ് ഇവള് കുറ്റിയടിച്ചണക്ക് കിടക്കുന്നത്. അതെനിക്ക് അങ്ങനെ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അഭി പറയണ, അമ്മേ അതിനമ്മ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരോട് അമ്മയുടെ കൂടെ കിടക്കാൻ പറഞ്ഞത് മുത്തശ്ശിയല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ അവർ പറയുന്നത്? മുത്തശ്ശിയല്ലേ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഉടനെ ജലജ പറയണ, എടാ മുത്തശ്ശി അങ്ങനെ പറഞ്ഞാലും അവൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവൾക്കറിയില്ലേ അവളുടെ നിലയും വിലയും എന്താണെന്ന്, അതനുസരിച്ച് അവൾക്കങ്ങ് നിൽക്കുന്ന പോരെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ കതക് പൊട്ടി താക്കോൽ പുറത്തെടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇന്ന് അവൾ ആ മുറിയിൽ കയറില്ല. അവൾ കുറേ നേരമൊക്കെ നിന്ന് നോക്കും. അത് കഴിയുമ്പോഴുണ്ടല്ലോ അവൾ നേരെ സ്റ്റോർ റൂമിലോ അടുക്കളയിലോ എവിടെയെങ്കിലും പോയി അങ്ങ് ചുരുണ്ടോളും എന്ന് പറയണം. അപ്പോഴത്തേക്ക് അഭി പറയണം, സത്യം പറഞ്ഞാലുണ്ടല്ലോ അമ്മേ, ഇവളുമാരെയൊക്കെ കൊണ്ട് തോറ്റു. അപ്പോൾ ഉടനെ ജലജ പറയണം, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കനകെ വിഷം കൊടുത്ത് കൊല്ലാൻ തോന്നും, അത്രയ്ക്കാ അവളുടെ സ്വഭാവം. അപ്പോൾ ഉടനെ തന്നെ അഭി പറയാണ്, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലേ അമ്മേ അവളെ 2 പെൺമക്കളുണ്ടല്ലോ അവർക്കൂടി കൊടുത്തങ്ങ് കൊന്നേരാ, അതോടുകൂടി തീരും ഈ ദുരിതം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നമ്മളെ വിട്ട് ഇവളുമാർ പോകുന്നൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ എന്താ പറയുന്നത്, നവ്യയെ ഇവിടുന്ന് തുരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുത്തനെ കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അവനാ എൻ്റെ തലയ്ക്ക് മീതെ വാളായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടുണ്ടല്ലോ ഞാൻ പെട്ടിരിക്കുക അമ്മേ. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇവളുമാരെ ഇവിടെ നിന്ന് തുരത്താനായിട്ടൊന്നും ശ്രമിച്ചാലും നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടേ നമ്മൾ ഒരു മയത്തിനങ്ങ് പോയാൽ മതി, എന്നാലേ പറ്റൂ. അല്ലാതെ ഇവളുമാരെ ഇവിടെ നിന്ന് ഇറക്കാമെന്ന് വെച്ചാൽ നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറയണം, എടാ നിനക്ക് നാണോ ഇല്ലേടാ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നു നിന്ന് പറയാൻ? നവ്യയെ എനിക്കൊരിക്കലും എൻ്റെ മരുമകളാക്കി അംഗീകരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ അഭി പറയണം, അമ്മേ എന്ത്
പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് ഇപ്പം തന്നെ ഞാൻ പെട്ടിരിക്കുകയാണ്. ഓരോരുത്തന്മാർക്ക് വേണ്ടിയിട്ട് ഓരോ കൊട്ടേഷനും ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ കൊട്ടേഷൻ കൊടുത്ത വകയിൽ ലക്ഷക്കണക്കിന് രൂപ ഞാനിപ്പോൾ കടത്തി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭി പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവാണ്. നന്ദു വീട്ടിലാണ്, രാത്രിയാണ്. നന്ദു ഒരു ബുക്ക് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിനകത്ത് നിന്ന് നമ്മുടെ അനിയുടെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഗോവിന്ദനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നന്ദു ആ ഫോട്ടോ അങ്ങോട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ ബാക്കിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഫോട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ചോദിക്കണം, എന്താ മോളെ, എന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ നന്ദു പറയണേ, ഏയ് ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. മോള് എനിക്ക് മോളുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ നയനമോക്കും ഒക്കെ കൊടുത്ത വാക്ക് തെറ്റിക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം നന്ദു പറയണേ, ഇല്ലച്ചാ അങ്ങനൊന്നുമില്ല. എൻ്റെ മോളെ, മുമ്പുണ്ടല്ലോ നീ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു. നീ ആരെടുത്തെങ്കിലും വഴക്ക് കൂടും, പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോഴുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ വിഷമം എന്തരാണെന്നറിയാമോ? നീ വീട്ടിനകത്തുനിന്ന് പുറത്ത് പോവാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷേ എന്നിട്ടും മോളെ, നിനക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നീ അനിയെ മറന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിൻ്റെ രീതികളൊക്കെ അച്ഛൻ കാണുന്നുമുണ്ട് എന്ന് പറയണം. അപ്പോൾ ഉടനെ നന്ദു പറയണം, എനിക്കറിയില്ല അച്ഛാ, എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ അനിയെ മറക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്, പക്ഷേ എനിക്കതിനൊന്നും കഴിയുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണ് നമ്മുടെ നന്ദു. അപ്പം നമ്മുടെ ഗോവിന്ദൻ പറയണം, മോളെ മറന്നേ പറ്റൂ മോളെ. നിൻ്റെ 2 ചേച്ചിമാർ തന്നെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ 2 പെൺമക്കളെയും നമുക്ക് നേരെ പോയി കാണാൻ പറ്റുന്നില്ല, അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്നില്ല. അതിലൊക്കെ അച്ഛനും അമ്മയും ശരിക്കും പറയുകയാണെങ്കിൽ നല്ല വേദനിച്ച് കഴിയാണ്. ഇനി നീയും കൂടി അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മോളെ. അത് മാത്രമല്ല, അനാമികയ്ക്കാണെങ്കിൽ നിന്നെ അനിയും കൂടി ചേർത്ത് സംശയമാണ്. നീയായിട്ട് അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി ചെല്ലാനായിട്ടൊന്നും നിൽക്കരുത്. അങ്ങനെ ചെന്നാലുണ്ടല്ലോ അനിയുടെ ജീവിതം വെറും ദുരിതപൂർണ്ണമാവും. ശരിക്കും നയനമോള് പറഞ്ഞ് നമുക്കറിയാം അനിയുടെ സ്വഭാവത്തെക്കുറിച്ച്, നമ്മുടെ അനുഭവം കൊണ്ടും അറിയാം. അത്രയും നല്ല പയ്യനാണ് അനി. അവൻ്റെ ജീവിതം നശിച്ചു പോകുന്നതിന് നമ്മൾ കാരണമാവരുത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നന്ദു പറയണേ, ഇല്ലച്ചാ ഞാനായിട്ട് ഒന്നിനും പോവില്ല. മോളെ, ആദർശമോ ഇവിടെ വന്ന് കല്യാണം വിളിച്ചത് നിനക്കറിയാലോ. നീയും നിൻ്റെ ഫ്രണ്ട്സും കൂടി വേണം അനിയെ അണിയിച്ചൊരുക്കി മണ്ഡപത്തിൽ എത്തിക്കാൻ എന്നാണ് ആദർശമോ പറഞ്ഞത്. അത് നീ അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നന്ദുവിൻ്റെ മനസ്സിൽ നിന്നും നീ ഇറങ്ങി പോകത്തുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ ഒരു പുകച്ചിലായിട്ട് എന്നും ഉണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയണേ, ഇല്ലച്ചാ എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മോളെ, അത് പറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ ആദർശമൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ ഇത് വലിയ മോശപ്പെട്ട കാര്യമാണ് മോളെ. അതുകൊണ്ട് തന്നെ നീയും നിൻ്റെ ഫ്രണ്ട്സും കൂടി അനിയെ അണിയിച്ച് മണ്ഡപത്തിലെത്തിക്കണം. അത് അച്ഛൻ്റെ കൂടി ഒരു അപേക്ഷയാണ്. അപ്പം എന്നിട്ട് പറയണേ, ആദർശ് ഇവിടെ വന്നിട്ട് 2 ദിവസം മുമ്പെങ്കിലും കല്യാണത്തിന് ചെല്ലണമെന്നാണ് പറഞ്ഞത്. പക്ഷെ 2 ദിവസം മുമ്പ് പറ്റിയില്ലെങ്കിൽ തലേ ദിവസമെങ്കിലും പോയേ പറ്റൂ മോളെ. അല്ലെങ്കിലുണ്ടല്ലോ നിൻ്റെ ചേച്ചിമാർ അവിടെ ചെന്നതിന് ശേഷമുള്ള ആദ്യമായിട്ട് വന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകണം എന്ന് പറയണം. അപ്പം നന്ദു പറയണം, പറ്റില്ല അച്ഛാ, എനിക്കതിന് പറ്റില്ല. ഞാൻ എത്രയൊക്കെ വിചാരിച്ചാലും എനിക്കതിന് പറ്റില്ല അച്ഛാ. എൻ്റെ മോൾക്ക് ഇത് എന്താ പറ്റിയത്? മോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എത്ര സ്മാർട്ടായിരുന്നു നീ, എത്ര ബോൾഡായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മറ്റുള്ളവരെ പറക്കി എടുത്തിട്ട് അടിക്കുന്ന സ്വഭാവമല്ലായിരുന്നോ നിൻ്റേത്? നീ എപ്പോഴാണ് ഇങ്ങനെ ആയിപ്പോയത്? എനിക്കറിയില്ല അച്ഛാ, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്ന് എനിക്കറിയാം, എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല അച്ഛാ. അനി എപ്പോഴാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കൂടിക്കയറിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറ്റില്ല അച്ഛാ. ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോവില്ല, അനിയുടെ ജീവിതം നശിപ്പിക്കാനും പോകത്തില്ല. പക്ഷേ എനിക്ക് കല്യാണത്തിൻ്റെ അന്ന് തലേ ദിവസം പോകാൻ പറ്റില്ല. കല്യാണത്തിൻ്റെ അന്ന് പോവാം അച്ഛാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ വാശി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ജലജ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കനക മുറി കയറിയില്ലെന്നാണ്. അങ്ങനെ പുള്ളിക്കാരത്തി മെല്ലെ ചെന്നിട്ട് ഡോർ തുറക്കാനായിട്ട് നോക്കുമ്പോൾ ഡോർ ഇങ്ങനെ ചാരിയിട്ടേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഉടനെ ജലജ വിചാരിക്കുകയാണ്, ഈ കതവ് ഞാൻ പൂട്ടിയിട്ടാണല്ലേ പോയത്, ഇത് പിന്നെ ഇങ്ങനെ തുറന്നു? ഇതിൻ്റെ ചാവി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടും താനും, ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ജലജ മെല്ലെ മുറി ഇങ്ങനെ തുറക്കുകയാണ്. തുറന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ കനകത്തിനെയാണ്. കനകം നമ്മുടെ ജലജയുടെ നൈറ്റിയൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കിടന്നങ്ങ് അറുമാദിക്കുകയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ഉടനെ തന്നെ ജലജ കാണുമ്പോൾ പറയണേ, എടി
നീ ഇതെന്താണ് ഇട്ടിരിക്കുന്നത്? എൻ്റെ നൈറ്റിയല്ലേ നീ ഇട്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കനക പറയണ, ആഹാ ജലജേ കം കം കം, കട്ടിലിൻ്റെ മണ്ടയിൽ കയറിയിട്ട് കിടന്ന് ചാടി കളിക്കുകയാണ് കേട്ടോ. എന്താണ് മദ്യപിച്ച പോലെയൊക്കെയാണ് കാണിക്കുന്നത്, പക്ഷെ മദ്യപിച്ചിട്ടൊന്നുമില്ല. പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് അർമാദിക്കുകയാണ് കിടന്ന്. ജലജ കം കം കം, കണ്ടില്ലേ? ഓ എന്ത് സുഖം, എന്ത് രസം, ഹായ് എന്ത് നല്ല നൈറ്റി, എന്താ രസം എന്നൊക്കെ പറയാണ്. എന്നിട്ട് കട്ടിലിൽ കിടന്ന് ഉരുളാണ്. എന്നിട്ട് പറയണ, ആ എന്താ രസം, ഇത്രയും നല്ല നൈറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അടിപൊളി. എടി നിന്നോട് ആരടി പറഞ്ഞത് എൻ്റെ നൈറ്റി എടുത്തിടാൻ? എൻ്റെ നൈറ്റി, എൻ്റെ ഇത്രയും വില കൂടിയ നൈറ്റിയാണോടി നീ എടുത്തിട്ടിരിക്കുന്നത്? അതെ, നൈറ്റി ഇട്ടാൽ എന്താണ് കുഴപ്പം? ഹാ എന്ത് അടിപൊളി, ഹാ ഹാ ഹാ, എന്തൊരു സുഖം, അടിപൊളി, ജലജ ബേട്ടി ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. ജലജേ വെരി നൈസ് എന്നൊക്കെ പറയാണ് നമ്മുടെ കനക. അപ്പോൾ ജലജ പറയണ്, ഓ ഇവളുടെ കാര്യം, എടി ഊരടി എൻ്റെ നൈറ്റി. അങ്ങനെ ഇപ്പം ഈ നൈറ്റി ഞാൻ തരില്ല. എന്ത് നല്ല രസമുണ്ടെന്നറിയാമോ? എടി അതെൻ്റെ 3000 രൂപയുടെ നൈറ്റിയാണ്. ആഹാ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? 3000 രൂപ കൊടുത്ത് ആരെങ്കിലും നൈറ്റി മേടിക്കുമോ? ആ ഇതേ ഞാൻ എന്നാ തരട്ടെ. എനിക്കിനി വേണ്ട, നീ ഇട്ടതാണോടി ഇനി ഞാൻ ഇടുന്നത്? ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ദേ ആ അലമാര നിറച്ച് ഇഷ്ടം പോലെ നൈറ്റി സാരിയൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ എടുത്തങ്ങിടാം. അപ്പോൾ നീ അത് തിരിച്ചെടുക്കില്ലല്ലോ. ദേ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ പറയണം, അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കനക പാട്ട് പാടണം. വാ മനോരഞ്ജിനി സുരാംഗനി, കട്ടിലിൻ്റെ മണ്ടയിൽ കിടന്നിട്ട് ചാടിയിട്ടാണ് തലയും കുത്തിയൊക്കെ മറിയുന്നതിൻ്റെ പൊന്നോ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ എന്തോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലജ ചോദിക്കണേ, എന്താടി നിനക്ക് എന്താ വട്ട് പിടിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ, നിൻ്റെ അടുത്തൊക്കെ നിൽക്കണമെങ്കിലേ കുറച്ച് വട്ടൊക്കെ വേണം, എനിക്ക് കുറച്ച് വട്ട് പിടിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ ചോദിക്കുകയാണ്, കുറച്ച് മാനേഴ്സ് വേണോടി മനുഷ്യനായ. മാനേഴ്സോ? അത് ഒരു 4-5 നീ എനിക്ക് വാങ്ങിച്ചു താ, അപ്പോഴേ എനിക്ക് നിനക്കും കൂടി മാനേഴ്സിക്കാം എന്ന് പറയണേ നമ്മുടെ കനക പറയുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ഉടനെ എന്താണ് നമ്മുടെ ജലജ പറയണം, ഓ എടി നിന്റെ കണക്ക് മനുഷ്യനായ ഒരിത്തിരി ഇത്തിരി കൾച്ചർ വേണ്ടേ? കൾച്ചറോ? ആ ഞാനൊരു കച്ചറ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കനക അവിടെ കിടന്ന് തുള്ളി മറിയാണ്. അപ്പോൾ ജലജയുടെ നൈറ്റി എടുത്തിട്ടിട്ട് കാണിക്കുകയാണ്. എൻ്റെ പൊന്നോ, അതൊന്നും പറയാതിരിക്കുക നല്ലത്. അത്ര അടിപൊളിയായിട്ട് ഈ പുള്ളിക്കാരത്തിക്ക് ആ നൈറ്റി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ കിടന്നങ്ങ് തുള്ളുകയാണ്, അർമാദിക്കുകയാണ്. അതേസമയത്ത് ആദർശ് ഉണ്ടല്ലോ മുറിയിലാണ്. ആദർശ് ഒരു ബോക്സ് തുറക്കുകയാണ്, ജ്വല്ലറിയുടെ ബോക്സ് തുറക്കുകയാണ്. അതിനകത്ത് നിന്ന് 2 കൊലുസ് എടുക്കുകയാണ്. സ്വർണ്ണ കൊലുസാണ്, ഇതാ ഇത്രയും വീതിയൊക്കെ ഉണ്ട്, നല്ല കൊലുസാണ്. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ നയന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നയന ചെല്ലുമ്പോഴത്തേക്ക് നയനെ കാണുമ്പോഴത്തേക്ക് നയന ചോദിക്കുകയാണ്, എന്താ ആദർശേട്ടാ അത്? അപ്പോൾ ഉടനെ ആദർശ് പറയണം, നീ നോക്ക് എന്നും പറഞ്ഞിട്ട് ആ ബോക്സോട് കൂടി നയനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കണം, അയ്യോ ഇത് കൊലുസാണല്ലോ. അതെ, ഇതെന്തിനാ ആദർശിട്ട്? ഇത് ആർക്കാ? ഇതെൻ്റെ ഭാര്യയ്ക്ക്, അല്ലാതെ ആർക്കാ? നീ അവിടെ ഒന്ന് ഇരുന്നേ. അപ്പോൾ നമ്മുടെ നയന അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണ, ആ കാലിങ്ങോട്ട് നീട്ടി. കാല് നീട്ടാനോ? അതിനെന്താ, ഇങ്ങോട്ട് നീട്ട്. അപ്പോൾ ഉടനെ നയന കാല് നീട്ടുകയാണ്. അപ്പോൾ ആദർശ് കാലിൽ പിടിക്കണം. അപ്പോൾ നയന ചെ ആരെങ്കിലും കാണും, എന്താ ആദർശേട്ടാ ഇത്? കാല് നീട്ടടി പിന്നെ. എന്നിട്ട് ആദർശ് കാലിൽ കൊലുസ് അണിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് നാണാവുകയാണ്. നയന പറയണം, അയ്യോ ആരെങ്കിലും കാണും, പിന്നെ കണ്ടാലെന്താ, കൊലുസ് അണിയിക്കയില്ലേ. അതിനെ പാദസരം കാലിൽ അണിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആദർശ് പറയണേ, ഇത് ഇഷ്ടമായോ നിനക്ക്? നന്നായിട്ടുണ്ട്. ആദർശേട്ടൻ എന്ത് മേടിച്ചാലും അതെനിക്കിഷ്ടമാണ്. പിന്നെ ആദർശേട്ടൻ സ്വർണ്ണമൊന്നും വാങ്ങിച്ച് തരണ്ടായിരുന്നു. എനിക്ക് സ്വർണ്ണത്തിനോടൊന്നും അത്ര താല്പര്യമില്ലെന്ന് ആദർശേട്ടനെ അറിഞ്ഞൂടെ? നിനക്ക് താല്പര്യമില്ലെങ്കിലേ എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ സ്വർണ്ണപ്പണിക്കാർക്കേ സ്വർണ്ണക്കച്ചവടക്കാർക്കേ സ്വർണ്ണത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് ഞാൻ നിനക്ക് തരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നയനയോട് പറയണേ, അതേ ഞാൻ ഇത് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നെന്നും പറഞ്ഞേ നീ ഇത് ഇട്ടുകൊണ്ട് നീയേ എൻ്റെ അമ്മയൊന്നും കൊണ്ട് കാണിക്കണ്ട. അമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി. അപ്പോൾ ഉടനെ നയന പറയണേ, പിന്നെ ഞാനെന്ത് പറയും? അഥവാ ആരെങ്കിലും കണ്ടാലേ ഇത് നിൻ്റെ അമ്മ അങ്ങ് വാങ്ങിച്ച് തന്നെന്ന് പറഞ്ഞാൽ മതി. അയ്യോ അത് കള്ളമാവില്ലേ?
അത്യാവശ്യത്തിന് കള്ളം പറഞ്ഞെന്നും പറഞ്ഞു ഒരു കുഴപ്പമില്ല. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ ചെറിയ കള്ളങ്ങളൊക്കെ പറയാം. കുടുംബ ജീവിതത്തിലെ ഒരിത്തിരി കള്ളമൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുടുംബജീവിതം നല്ല സന്തോഷമായിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ പറയേണ്ടി വരും. ആഹാ, അപ്പോൾ ആദർശേട്ടന് നമ്മുടെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടല്ലേ? അത് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹം നിനക്കല്ലേ നയനെ? ആ, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ ആദർശേട്ടനും ആഗ്രഹം തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടല്ലോ. ആ, അങ്ങനെ കൂട്ടിക്കോ എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. എന്നിട്ട് ആദർശ് അങ്ങ് പോവുകയാണ്. അപ്പോൾ നയന ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ആപ്പി കുളിക്കാൻ പോയിരിക്കുകയാണ്. ആപ്പിയുടെ ഫോണിൻ്റെ ബെല്ലടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ ചെന്നെടുക്കുകയാണ്. നവ്യ ചെന്നെടുക്കുമ്പോൾ ഈ ഫോൺ വിളിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ നിർമ്മലാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ നവ്യ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിർമ്മല ആളിനെ പറയുന്നില്ല. അപ്പോൾ നിർമ്മൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ ഇവൻ്റെ ഭാര്യയാണല്ലോ വന്ന് ഫോൺ എടുത്തത്, ഇനിയിപ്പോൾ എന്താ ഇവളോട് പറയുക, പെണ്ണിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നിർമ്മല് പെണ്ണിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്. ഹലോ, ഭർത്താവുണ്ടോ, നിങ്ങളുടെ ഭർത്താവുണ്ടോ, അഭി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയണ വാഷ്റൂമിലാണ്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ രേഖ എന്ന് പറയുകയാണ്. അങ്ങനെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അഭി വാഷ്റൂമിൽ നിന്ന് വരികയാണ്. അപ്പോൾ അഭി ചോദിക്കണം ആരാണ് വിളിച്ചത് എന്ന് ചോദിക്കണം നവ്യയോട്. അപ്പോൾ നവ്യ പറയണേ നിങ്ങളുടെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞു, ഒരു രേഖ എന്ന് പറയണത്. അപ്പോൾ അഭി പെട്ടെന്ന് ഞെട്ടിപ്പോണേ, രേഖയെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ നവ്യ പറയണേ, അപ്പോൾ നിങ്ങൾ ഞെട്ടുന്ന എന്തിനാ? അപ്പോൾ ഇത് നിങ്ങളോട് പഠിച്ച ഫ്രണ്ട് അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളോട് കൂടെ പഠിച്ച ഫ്രണ്ടാണെങ്കിൽ നിങ്ങൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നവ്യ പറയണ എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്തായാലും ഇത് വിളിച്ചത് ഞാനിതേക്കുറിച്ചൊന്നും പറയുന്നില്ല. എടി, നീ എന്തിനാ എൻ്റെ ഫോൺ വന്നത് വെറുതെ ആവശ്യമില്ലാതെ എടുക്കാൻ പോയത്? ഞാൻ നിൻ്റെ ഫോണിൽ കോൾ വരുമ്പോൾ എടുക്കാനൊന്നും വരുന്നില്ലല്ലോ. അത് പിന്നെ നിങ്ങൾ എൻ്റെ ഫോണിൽ കോൾ വരുമ്പോൾ എടുക്കുന്നില്ല. പക്ഷേ എനിക്കത് തിരിച്ചെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസമില്ല. അതുകൊണ്ടാണ്. പരസ്പരം വിശ്വാസം ഇല്ലെങ്കിലേ ഭർത്താവിന് സംശയം വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഫോണിൽ കോൾ വരുമ്പോൾ ചിലപ്പോൾ എടുത്ത് നോക്കി എന്നൊക്കെ ഇരിക്കും. അതിനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലേ നീ എൻ്റെ ഫോൺ എടുത്ത് നോക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. എനിക്കൊരു കാര്യം ചെയ്യാം, ഞാൻ മുത്തശ്ശനോട് പോയി പറയാം, നിങ്ങളുടെ ഫോണിൽ ഒരു സ്ത്രീ രേഖ എന്ന് പറയുന്ന ഒരു സ്ത്രീ വിളിക്കുന്നുണ്ട്, അതെടുത്തതിന് നിങ്ങൾ എന്നോട് വഴക്കിട്ടെന്ന് ഞാൻ മുത്തശ്ശനോട് ചെന്ന് പറയാടാ എന്നിങ്ങനെ പറയണം അഭിയോട്. അപ്പോൾ അഭി പറയണ നീ ഇപ്പം മുത്തശ്ശനോടൊന്നും ചെന്ന് പറയാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് നമ്മുടെ നവ്യ ഇറങ്ങി അങ്ങ് പോവാണ് മുറിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ അഭി വിളിക്കുകയാണ്, ഹലോ എന്താടാ, എന്തിനാ ഇപ്പോൾ ഈ സമയത്ത് നീ വിളിച്ചത്? ഞാൻ പിന്നെ വിളിക്കാതിരിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? നീ എന്നെ ഒരു കറണ്ട് പോലും ഇല്ലാത്ത വീട്ടിൽ കൊണ്ടുവന്ന് അടച്ചിട്ടിട്ട് ഇത്രയും നാളായി, എന്നിട്ട് നീ ഒന്ന് മൈൻഡ് ചെയ്തോ? എത്ര വട്ടം ഞാൻ വിളിച്ചു, എന്നിട്ട് തിരിച്ച് വിളിക്കാൻ നിനക്ക് തോന്നിയോ? നിർമ്മലാണേ സംസാരിക്കുന്നത്, നിനക്ക് തോന്നിയോ? ഇവിടെ കൊതുക് കടിയും കൊണ്ട് എൻ്റെ ഊപ്പാട് വന്നാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. എടാ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. പറ്റില്ല, ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ്? അതെ, നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ ഉണ്ടല്ലോ, അതിങ്ങ് തന്നേരെ. എനിക്കാണെങ്കിലുണ്ടല്ലോ നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞാനിവിടെ ഇങ്ങനെ കൊതുകടിയും കൊണ്ട് കിടക്കുകയാണ്. നീ തരാമെന്ന് പറഞ്ഞ പൈസ ഇങ്ങതാ. എടാ, ഞാൻ കുറേയൊക്കെ തന്നില്ലേ, ഇനി ഞാൻ തരാം. ഈ തരാന്ന് പറയുന്നല്ലാതെ നീ തരുന്നില്ലല്ലോ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. 10 ലക്ഷമോ? 10 ലക്ഷം, അതിൽ കുറച്ച് ഒരു കോംപ്രമൈസും ഇല്ലെന്ന് പറയുകയാണ് നമ്മുടെ നിർമ്മല്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാത്രമല്ല കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ചാനലിനെ പറ്റി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. വോൾട്ടേജ് വളരെ കുറവാണ്, ക്ലിയർ ഇല്ല തോന്നുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.